തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ ബാബു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് കെ ബാബു പ്രഖ്യാപിച്ചു. മത്സരിക്കാനില്ലെന്ന് കെ ബാബു കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, എനിക്ക് താല്പര്യമില്ല, എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 2016 തോൽവി മാറ്റി 1991 മുതൽ തൃപ്പൂണിത്തുറയുടെ MLA ആണ് കെ ബാബു. 7 തെരഞ്ഞെടുപ്പുകളിൽ 6ലും ജയം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇനിയില്ലെന്നാണ് കെ ബാബുവിന്റെ പ്രഖ്യാപനം. ഇക്കുറി മത്സരിക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും ഇല്ലെന്ന് കെ ബാബു നേതൃത്വത്തെ അറിയിച്ചു. പിൻഗാമിയെ നിർദ്ദേശിക്കുന്നില്ലെന്നും കെ ബാബു. പിൻഗാമിയെ നിർദ്ദേശിക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഒരു രീതി കോൺഗ്രസിന്റെ ഒരു പാർട്ടിയിലുണ്ടെന്നിരിക്കുകയാണ്. പാർട്ടി നേതൃത്വം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഉമ്മൻചാണ്ടി സർക്കാരിൽ എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു ബാർക്കോഴ അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തിരികെ എത്തി. പിന്നാലെ നടന്ന 2016 തെരഞ്ഞെടുപ്പിൽ CPIM-ലെ M സ്വരാജിനോട് തോൽവി. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ 1200 വോട്ടിന് സ്വരാജിനെ തോൽപ്പിച്ച് മണ്ഡലം തിരികെ പിടിച്ചു. മത്സരിക്കാനില്ലെന്ന് കെ ബാബു പ്രഖ്യാപിച്ചതോടെ നടൻ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് കോൺഗ്രസ് തേടുന്നത്. കോൺഗ്രസ് നേതാക്കളെ രാജു പി നായർ, M ലിജു എന്നിവരും പരിഗണനയിലുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.